and the life. No one comes to the Father but by me. John chapter 14, verse 6. ഏറ്റവും സ്നേഹമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ പുതിയൊരു വർഷം പരിശുദ്ധാത്മ വർഷമായി നമ്മൾ തിരഞ്ഞെടുക്കണം. ദൈവാത്മാവിനാൽ നിറയാൻ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ആത്മാവിൻ്റെ ശക്തി നമ്മൾ നിറഞ്ഞാൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾ വിജയമാവും. നമ്മുടെ കുടുംബത്തിൽ ആത്മാവിൻ്റെ ശക്തി വലയം ചെയ്താൽ നമുക്ക് വലിയ പ്രകാശമാകും. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകില്ല. നമ്മുടെ ജീവിതത്തിൽ വഴിതെറ്റിപ്പോകാനോ നമ്മുടെ ജീവിതത്തിൽ നിരാശപ്പെടാനോ ദൈവം അനുവദിക്കില്ല. ഇന്ന് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് ഒരു പുതിയ വർഷം നമുക്ക് ആരംഭിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമുക്കറിയാം പരിശുദ്ധാത്മാവ് അതൊരു വ്യക്തിയാണ്, ശക്തിയല്ല. ഈ കറണ്ട് പോലെ, കറണ്ടിലൊക്കെ നമ്മളിങ്ങനെ തൊടുമ്പോൾ പെട്ടെന്നൊരു കറണ്ട് അടിക്കും, ഷോക്കടിക്കും. അങ്ങനെയൊക്കെ കരുതുന്ന ആളുകളുണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. ഒരു ശക്തി, തീർച്ചയായിട്ടും അവിടത്തേക്ക് ശക്തിയുണ്ട്. പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. നമ്മുടെ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായി എന്ന് പറഞ്ഞാൽ സഹായകനായി, വികാരങ്ങളുള്ള, ദൈവത്തിൻ്റെ വിചാരങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന, നമുക്ക് ഇച്ഛാശക്തിയുള്ള, നമ്മളെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള, നമുക്ക് വഴി കാണിച്ചു തരുന്ന, ഇതാണ് വഴി, ഇതിലെ പോകുക എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ധ്യാനിക്കണം. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയാലും കൃപയാലും നിറഞ്ഞ് വലിയ വിടുതലുകൾ നമുക്കുണ്ടാവും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും സാധിക്കും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഏത് മീറ്റിംഗ് നടത്തിയാലും, സഭയുടെ ഏത് കാര്യങ്ങൾ നടത്തിയാലും ആദ്യമേ നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്. ഏതാണ്? പരിശുദ്ധാത്മാവേ നീഴും നല്ലി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പിന്നെ സ്വർഗവാതിൽ തുറന്ന് വരണമേ, പിന്തുണങ്ങി വരണ്ട എൻ്റെ മാനസം നീ കാണണമേ. രക്തസാക്ഷികൾ ആഞ്ഞു പുൽകിയ പുണ്യജീവിത പാതയാണ് നീ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും. കാരണം എന്താണെന്നറിയാമോ? പിതാക്കന്മാർക്കറിയാം, പരിശുദ്ധാത്മാവ് നടത്തിയാലേ ഈ മീറ്റിംഗ് അനുഗ്രഹമായി നടത്തുകയുള്ളൂ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം അങ്ങോട്ട് തീരുമാനിച്ച്, നിങ്ങളുടെ വീട്ടിൽ ഉദാഹരണത്തിന് ഒരു വിവാഹം നടക്കാൻ ഒരുങ്ങുകയാണെന്ന് വെച്ചു, പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് നിങ്ങളത് ക്രമപ്പെടുത്തി പരിശുദ്ധാത്മാവ് കൃത്യമായത് നടത്തി തരും. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഓഹ് ദൈവമേ, എന്തൊരു അഭിഷേകമായിരുന്നു ആ ശുശ്രൂഷയിൽ, എന്തൊരു അഭിഷേകമായിരുന്നു ആ ശുശ്രൂഷയിൽ. വന്ന് സംബന്ധിക്കുന്നവർ പ്രാർത്ഥനാപൂർവ്വം നിൽക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെ അഷടുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കോളും. ഞാൻ എന്ത് കാര്യത്തിലും പരിശുദ്ധാത്മാവിൻ്റെ സഹായം യാചിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടേ ചെയ്യാറുള്ളൂ. ഒരു വീട് നിങ്ങൾ വെക്കുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവിനൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കുന്നതിന് മുമ്പ് നെറുകയിൽ കുരിശ് വരച്ച് പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിന്ന് അനുഗ്രഹിച്ച് ബുദ്ധി തെളിഞ്ഞു കിട്ടും. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പ്രകാശം ജ്വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലും 100 ഇരട്ടി അഭിഷേകത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കാം, ഈശോ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജനിച്ച കുഞ്ഞാണ്. ഗബ്രിയേൽ ദൂതൻ അമ്മയോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു
സഹായിക്കൂ. പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് അറിയപ്പെടും. എന്ന് പറഞ്ഞാൽ ഈശോ ജനിച്ചത് പരിശുദ്ധാത്മാവിലാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് ഈശോ ജനിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ജനിക്കുന്നത്. പക്ഷേ ഈശോ 30-ാമത്തെ വയസ്സിൽ വീണ്ടും എന്താ ചെയ്തതെന്നറിയാമോ? പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇത്രയും പരിശുദ്ധാത്മാവിൽ ജനിച്ച ഈശോ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. ഈശോയുടെ മാമോദീസ ആണ് ഈ 6-ാം തീയതി, ജനഹാ തിരുനാളാണ്. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 21-22 വാക്യങ്ങൾ ഇങ്ങനെയാണ്: ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ലൂക്ക 3:21 ശ്രദ്ധിച്ചു കേൾക്കണം. അതായത് ഇത്രയും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഈശോ പിന്നെയും പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അറിയാവോ? പരിശുദ്ധാത്മാവിന് വേണ്ടി. അതിൻ്റെ തെളിവാണ് ഞാൻ വായിക്കുന്നത്. ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അടുത്ത വചനം: അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതായത് ഈശോ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. സ്നാപകയോഹന്നാൻ ഇങ്ങനെ ആളുകൾക്ക് സ്നാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈശോ വന്ന്, ദൈവം ഒരു മനുഷ്യൻ്റെ മുൻപിൽ വന്ന് മുട്ടുകുത്താൻ വേണ്ടി ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പം ക്യൂവിൽ നിൽക്കുമ്പോൾ ഓരോരുത്തർ വന്ന് സ്നാനം മുങ്ങി പോകുമ്പോൾ ഈശോയുടെ സമയമായി. ഈശോ ആ ക്യൂവിൽ നിന്നപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്നറിയാമോ? ലൂക്ക പറയാണ്, ആ ക്യൂവിൽ ഈശോ ചെയ്തുകൊണ്ടിരുന്നത്, അവൻ എത്ര പേരുണ്ടെന്ന് എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു? അല്ല, അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്നൊരു സ്വരവുമുണ്ടായി: നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഈശോ അപ്പം എന്തിനു വേണ്ടിയിട്ടായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ? പരിശുദ്ധാത്മാവിന് വേണ്ടി. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. ഈശോ പ്രാർത്ഥിച്ചത്, പരിശുദ്ധാത്മാവേ, എൻ്റെ അപ്പാടെ ആത്മാവേ, വാ വാ ഇറങ്ങി വാ. അതുപോലെ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഇത്രയും ആത്മാവിൽ നിറഞ്ഞ ഈശോ പോലും പിന്നെയും പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? പരിശുദ്ധാത്മാവിന് വേണ്ടി. അതുകൊണ്ട് ഈശോ കാണിച്ചു തന്ന വഴി കണ്ണും പൂട്ടി നമ്മൾ സ്വീകരിക്കണം. ഈശോ എന്ത് ചോദിച്ചോ ജീവിച്ചോ അതുപോലെ നമ്മൾ അവനെ മാതൃകയാക്കണം. ഈശോ പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന ഒരു പാഠം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ആരാധന പൂർത്തിയാക്കും. ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളിൽ പലർക്കും ഒരു ധാരണയുണ്ട്, പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഒരു ശക്തിയായി, ഒരു കരണ്ടായി, ഒരു കാറ്റായി, ഒരു കുളിരായി, ഒരു വിറയലായി, ഒരു മയക്കമായി ആളുകൾക്ക് തെറ്റിദ്ധരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഒരു തണുപ്പ്, ഒരു കുളിര്, ഒരു വിറയൽ, ഒരു പെട്ടെന്നൊരു കരണ്ടടിക്കുന്നത്, പെട്ടെന്നൊരു ഭാഷാവരം ഇങ്ങോട്ട് വന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ബൈബിളിൽ വളരെ വ്യക്തമായി പറഞ്ഞു തരുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. പരിശുദ്ധാത്മാവ് ആരാണ് എന്നും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള നമ്മുടെ ജ്ഞാനം എങ്ങനെയായിരിക്കണമെന്നും ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കണം. ഈ മുൻപേ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ, ഈ വിറയലും കുളിരും ഈ തീയും കാറ്റും, ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ചില അടയാളങ്ങളാകാം. ആണെന്നുറപ്പില്ല. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ചില അടയാളങ്ങളാകാം, മുദ്രകളാകാം. ഏത്? ഈ കുളിരും ഈ കാറ്റും ഈ വിറയലും ഈ മയക്കവും ഈ തറയിൽ പോകുന്നതും തറയിൽ നിന്ന് എഴുന്നേൽക്കുന്നതും ഈ ഉച്ചത്തിൽ നിലവിളിക്കുന്നതും ഈ ഭാഷാവൃത്തി സംസാരിക്കുന്ന
ആകാം. എന്നാൽ നമ്മൾ പരിശുദ്ധ കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. തിരുസഭ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് പുറത്തുനിന്ന് നമ്മിലേക്ക് എഴുന്നള്ളി വരുന്ന ഒരു ശക്തി എന്നതിലുപരി, പുറത്തു നിന്നേണ്ടത് പാട്ടുപാടി 3-ാമത്തെ സ്റ്റാൻസായിൽ നമ്മിലേക്ക് എഴുന്നള്ളി വരുന്ന ഒരു ശക്തി എന്നതിലുപരി, പാട്ടുപാടി 3-ാമത്തെ സ്റ്റാൻസ വരുമ്പോൾ കൈവിറയ്ക്കുന്നു, തുള്ളുന്നു, ചാടുന്നു, അന്നേരത്തെ ആത്മാവ് വന്നു എന്ന് കരുതുന്നതിലുപരി നമ്മൾ തിരുസഭ പഠിപ്പിക്കുന്ന അടിസ്ഥാന പാഠം മനസ്സിലാക്കണം. എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഒരു മുദ്രയായി, അടയാളമായി പരിശുദ്ധ മാമോദീസായിലൂടെ നൽകപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോട് പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൻ്റെ ശക്തി, പിതൃപുത്ര പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മാമോദീസായിലൂടെ നമുക്കൊരു മുദ്രയായി, അടയാളമായി നമുക്കെല്ലാം നൽകപ്പെട്ടിട്ടുണ്ട്. ഈ അടയാളത്തെ നമ്മൾ തെളിച്ച് മനസ്സിലാക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഈ ആത്മാവിൻ്റെ ഉള്ളിലുണ്ട് എന്ന ബോധത്തിലേക്ക് നാം ഉണരുന്ന പ്രക്രിയയുടെ പേരാണ് ആത്മനിറവ്. ഞാൻ ആവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമാണ് ഞാനെന്ന്, എൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട് എന്ന് ഞാൻ അറിഞ്ഞ് ഉണരണം. ഈ ബോധം എന്നിൽ ഉണരണം. ഈ അവസ്ഥയുടെ പേരാണ് ആത്മനിറവ്. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തോട് പറയുക, ഹൃദയമേ, ആത്മാവേ, മനസ്സിലാക്കണേ, നിന്നിൽ ആത്മാവുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ചിലരിൽ അത് മയങ്ങിക്കിടക്കാണ്, ഉറങ്ങിക്കിടക്കാണ്. അത് ചാരം മൂടി ഒരു പ്രാവിനെ പോലെ കുറുകി ഒതുങ്ങിക്കൂടി ഇരിക്കുകയാണ്. കാരണം ഉള്ളിൽ പലതരത്തിലുള്ള മ്ലേച്ഛതകളും പല ലൗകിക താല്പര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് വേദനയോടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, മക്കളെ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കരയിക്കരുതേ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുതേ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുതേ. 3 കാര്യങ്ങളാണ് പൗലോസ്ലീഹ പറയാ. ഇത് വിട്ടുപോവില്ല. പകരം ഇതിങ്ങനെ സഹിച്ചും വേദനിച്ചും കുറുകിയും നുറുകിയും തേങ്ങയും എൻ്റെ ഉള്ളിലിങ്ങനെ പമ്മിയിരിക്കും. എന്നാൽ ചിലരിൽ ഈ ആത്മാവിനെ ഉണരും. മാമോദീസയിൽ നൽകപ്പെട്ട ഈ പരിശുദ്ധാത്മാവ് ഉണർന്ന് ശക്തി പ്രാപിക്കും, തേജസ് പ്രാപിക്കും. അവരാണ് ലോകത്തെ കീഴ്മേൽ മറിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഉപകരണമാക്കുന്നത്. പലതരം പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പൊ ചോദിച്ചേക്കാം, അച്ഛാ ഇതിന് തെളിവുണ്ടോ? പൗലോസ്ലീഹ പഠിപ്പിച്ച പാഠം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്കിത് വ്യക്തമാകും. പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് 2 കൊറിന്തോസ് 1-ാം അധ്യായത്തിൻ്റെ 22-ാം തിരുവചനം. വായിക്കാമോ? മൈക്കൊന്നെടുത്ത് വായിക്കാൻ കഴിവുള്ള ചേച്ചിമാരെല്ലാം ഉണ്ടോ? ഫ്രണ്ടിലോട്ടൊന്ന് വരാമോ? 2 കൊറിന്തോസ് 1-ാം അധ്യായത്തിൻ്റെ 22-ാം തിരുവചനം. ബൈബിളൊക്കെ കൊണ്ടുവന്നവരുണ്ട്. 2 കൊറിന്തോസ് 1-ന്റെ 22-ാം തിരുവചനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ നമുക്ക് PUC ബൈബിളിനെ വായിക്കാം. എന്തായാലും PUC ബൈബിളിനെ കൂടെ അങ്ങ് വായിച്ചേക്കാം. അതായത് 2 കൊറിന്തോസ് അതിൻ്റെ 1-ാം അധ്യായം 22-ാം തിരുവചനം. അവിടുന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിക്കുകയും അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. ആ വാക്ക് ശ്രദ്ധിച്ചോ? എന്താണ് ആ വാക്ക്? അച്ചാരം.
അതിൻ്റെ ഗ്രീക്ക് വാക്ക് അറബോൺ എന്നാണ്. അറബോൺ എന്നൊരു വാക്കാണ് പൗലോസ്ലീഹ ഉപയോഗിക്കുക. അച്ചാരം, നമുക്കെല്ലാം അറിയാം അച്ചാരം എന്നാണ്. ഇപ്പോൾ വീടൊക്കെ വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. നമ്മളൊന്ന് നടന്നു പോകുമ്പോൾ വീടൊന്നും ഇല്ല നമുക്ക്, പക്ഷെ ഒരു വീട്ടിൽ താമസിക്കണം. കണ്ടപ്പോൾ ഇത് വാടകയ്ക്കെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ട പാടെ ഇഷ്ടപ്പെട്ടു. നമ്മൾ പ്രതീക്ഷിച്ചൊരു വീടാണ്. നമ്മളകത്തുനിന്ന് കയറി നോക്കിയപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ നല്ല സൗകര്യമൊക്കെ ഉണ്ട്. നമ്മൾ ഉടനെ ആ നമ്പറിൽ വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടൻ എവിടാണ്? ചേട്ടൻ്റെ വീടിൻ്റെ വാടക എത്ര? അതെ, 10,000 രൂപ. ചേട്ടാ അഡ്വാൻസ് എത്ര? അഡ്വാൻസ് 50,000 രൂപ. ആ ചേട്ടാ ഇവിടെ ഉണ്ട്, ഇന്നടത്തുണ്ട്. വണ്ടിയോട് കൊണ്ട് ചെന്നു. നമ്മൾ ഈ ചേട്ടന് അഡ്വാൻസായി കൊടുക്കുന്ന, പകിടിയായി കൊടുക്കുന്ന, ഇൻസ്റ്റാൾമെൻ്റായി കൊടുക്കുന്ന ആദ്യത്തെ ഗഡുവാണ് അച്ചാരം എന്ന് പറഞ്ഞാൽ ഈ വീട് എനിക്ക് വേണം. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് പൗലോസ്ലീഹ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധാത്മാവിനെ വേണമെന്ന ദാഹത്തേക്കാൾ നമുക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടാകണമെന്ന് ദാഹിക്കുന്ന ഒരാളുണ്ട്. അവൻ്റെ പേരാ ദൈവം. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പരിശുദ്ധാത്മാവെ എന്ന് നിറയണമേ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ബൈബിൾ പൗലോസ്ലീഹ, ഈ പൊരുളറിയാവുന്ന പൗലോസ്ലീഹ പറയുകയാണ്, മക്കളെ, നീയാകുന്ന ഈ വീടിനെ ദൈവത്തിന് സ്വന്തമാക്കാൻ ആഗ്രഹിച്ച ദൈവം തൻ്റെ ആത്മാവിനെ പകിടിയായിട്ട്, ഇൻസ്റ്റാൾമെൻ്റായിട്ട്, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റായിട്ട്, അച്ചാരമായിട്ട് ദൈവം നിനക്ക് തന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ വീട് ദൈവത്തിന് വേണം എന്ന് ദൈവത്തിന് നിർബന്ധമാണ്. ദൈവം ഈ ആത്മാവിനെ അച്ചാരമായി നമുക്ക് തന്നിരിക്കുന്നു. പൗലോസ്ലീഹ പറയാണ്, ദൈവത്തിന് നിർബന്ധമാണ്. എന്താണെന്നറിയാവോ? നമ്മളെ ദൈവത്തിന് വേണം. പല ആളുകളും 3 വർഷം 4 വർഷം കഴിഞ്ഞ് ഉപസാരിക്കാൻ വന്ന് മുട്ടുകുത്തുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. ദൈവമേ, എന്താണെന്നറിയോ? ഈ മനുഷ്യൻ വന്ന് മുട്ടുകുത്തിയതിലല്ല, മറിച്ച് എൻ്റെ ദൈവമേ, ഈ മനുഷ്യനെ നിനക്ക് വേണമെന്ന് നീ എത്രമേൽ കാത്തിരുന്ന് നിർബന്ധിക്കുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവത്തിന് വേണമെന്ന് ദൈവത്തിന് നിർബന്ധമാണ്. ബൈബിൾ പറയാണ്, അതുകൊണ്ട് ദൈവം തൻ്റെ ആത്മാവിനെ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് മാമോദീസായിലൂടെ നമുക്ക് പകിടിയായിട്ട് തന്നിരിക്കുക. ഇനി പിശാചിന് വന്നിട്ട് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ ലിസ്റ്റും കണക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിശാചിന്റെ അളിയനെ പെങ്ങളെ എല്ലാം വിളിച്ചോണ്ട് വന്ന് താമസിപ്പിക്കാൻ പറ്റിയ വകുപ്പുണ്ട്. പക്ഷേ പിശാചിക്ക് അടുക്കാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങൾ ഏറ്റു എന്തേ തകർന്നു പോകാത്തേ? ഈ ആത്മാവിനെ പകിടിയായി, അച്ചാരമായി ദൈവം നമ്മിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് നമ്മെ കൂടിയേ തീരൂ. ദൈവത്തിന് നമ്മളെ കൊണ്ട് പോയേ പറ്റൂ. ഇതാണ് തൻ്റെ മകനിലൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പാഠം. അതുകൊണ്ടാണ് വീണ്ടും 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലും ഇതേ വാക്യം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേ വാക്യം തന്നെയാണ്. 2 കൊരിന്ത്യർ 5-ന്റെ 2-ാം വാക്യം വായിക്കാമോ? വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവീർപ്പിടുകയും സ്വർഗീയ വസതി ധരിക്കുവാൻ വെമ്പൽ കൊള്ളുകയുമാണ്. അത് ധരിക്കുമ്പോൾ ഞങ്ങൾ നഗ്നരായി കാണപ്പെടുകയില്ല. ഈ കൂടാരത്തിലായിരിക്കുമ്പോൾ തന്നെയും ഞങ്ങൾ ഉത്കണ്ഠാകുലരായി നെടുവീർപ്പിടുന്നു. മൃത്യുവശമായത് ജീവനാൽ ഗ്രസിക്കപ്പെടേണ്ടതിന് പഴയത് മാറ്റിക്കളയാനല്ല, പുതിയത് ധരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 5-ാം വാക്യം വായിക്കാമോ? ഈ ലക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ്. അതായത് ഈ പുതിയ വസതി, സ്വർഗീയ വസതിക്ക് വേണ്ടി, ഈ നിത്യജീവന് വേണ്ടി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ്. അതായത് നമ്മൾ സ്വർഗത്തിലെത്താൻ വേണ്ടി ദൈവം നമ്മൾക്ക്
മാമോദീസായിലൂടെ ഈ പകിടിയായിട്ട് ഇതിനെ അങ്ങ് നിക്ഷേപിച്ചിരിക്കുക. ഇതിനെക്കുറിച്ചാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് അവയർനെസ് ഉണ്ടാകണേ, ബോധ്യമുണ്ടാകണേ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഈ അച്ചാരമായി പരിശുദ്ധാത്മാവുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ കൂടെ കൂടെ വല്ലപ്പോഴും പള്ളി വരുന്നേ. അതുകൊണ്ടാണ് ഈ ആരാധനയ്ക്ക് വന്ന് കരയുന്നേ. അതുകൊണ്ടാണ് ഈ ആരാധന കഴിഞ്ഞിട്ട് പിന്നെയും പാപത്തിൽ പോയി വീണാലും പിന്നെയും നമ്മൾ ഓടി വരുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഉള്ളിൽ ഈ പകിടി കൊടുത്ത് ദൈവം നമ്മളെ നേടിയിട്ടുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയാ, സ്വരമെഴുതി ഹല്ലേലൂയാ. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 14-ാം തിരുവചനത്തിലും ഇതേ വാക്യം തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 14-ാം തിരുവചനം, അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ ആ അവകാശത്തിൻ്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, ദൈവം തന്ന ആദ്യത്തെ പകിടി, അഡ്വാൻസ്. ദൈവം അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അത് പിന്നീട് സ്വന്തമാക്കാൻ പറ്റില്ല. ഇത് വിശ്വസിക്കണം. പലരും ഇങ്ങനെ പേടിച്ചോ അരണ്ടും ഭയപ്പെട്ടും കഴിയുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം മാമോദീസായിലൂടെ നമ്മളെ അഡ്വാൻസ് കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്, വിലയ്ക്ക് വാങ്ങി തൻ്റെ രക്തത്താൽ. ഇനി നമ്മൾ ആലോചിച്ച് നോക്കി, വീട് വാടകയ്ക്ക് എടുത്ത് നമ്മൾ അഡ്വാൻസ് കൊടുത്തു. വേറൊരാൾ വന്നിട്ട് ഞാൻ കുറച്ചുകൂടെ അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞാൽ വീട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, കൊടുക്കാൻ പറ്റില്ല. കാരണം എഗ്രിമെൻ്റാണ്. പൗലോസ്ലീഹ തൻ്റെ ജ്ഞാനത്താൽ ഇത് മനസ്സിലാക്കി പറയുക, ദൈവമക്കളെ തൻ്റെ രക്തം വഴി ദൈവം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയാ, സന്തോഷത്തോട് പറഞ്ഞു ഹല്ലേലൂയാ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, വീണ്ടും പൗലോസ്ലീഹ മറ്റൊരു വാക്യം കൂടെ പറയുന്നതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 23-ാം തിരുവചനമാണ്. മറ്റൊരു വാക്ക് പൗലോസ്ലീഹ ഉപയോഗിക്കുകയാണ് ഈ പരിശുദ്ധാത്മാവിന്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം വായിക്കാം. സൃഷ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. സൃഷ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. അതായത് പൗലോസ്ലീഹ പറയുന്നത്, നമുക്ക് ദൈവം നമ്മളെ നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി ദൈവം തൻ്റെ ആത്മാവിനെ ആദ്യ ഫലമായി നമുക്ക് നൽകിയിരിക്കുന്നു. ആദ്യ ഫലം അപ്പാർക്കെ എന്നൊരു വാക്കാണ്, ഗ്രീക്ക് വാക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ ആദ്യമേ നമ്മൾ ഉപയോഗിച്ച വാക്ക് ഏതാണ്? അച്ചാരം. അച്ചാരത്തിൻ്റെ ഗ്രീക്ക് വാക്ക് അറബോൺ. ഇത് അപ്പാർക്കെ, 2 ഗ്രീക്ക് വാക്ക് പഠിച്ചു. അപ്പാർക്കെ എന്ന് പറഞ്ഞാൽ ആദ്യ ഫലം. നമുക്കറിയാം, നമ്മൾ ആദ്യ വിളവുകൾ കൊണ്ടുവരും. നമുക്കിപ്പോൾ കുറച്ച് പാക്ക് കിട്ടി, നമുക്ക് കുറച്ച് ചേന കിട്ടി, നമ്മൾ കുരുമുളക് കിട്ടി. നമ്മൾ ഈ കുരുമുളക് നമുക്ക് കിട്ടിയത് 150 കിലോ ആണെങ്കിലും നമ്മൾ പള്ളിക്ക് കൊണ്ടുവരുന്നത് എത്രയാണ്? 150 ഗ്രാം. അല്ലെ പോട്ട് 1 കിലോ കൊണ്ടുവന്നെന്ന് വെച്ചാൽ, ഈ 1 കിലോ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണെന്നറിയാമോ? എൻ്റെ പത്തായത്തിലിരിക്കുന്ന 150 കിലോ കുരുമുളക് മുഴുവനും ഞാൻ ദൈവത്തിന് സമർപ്പിച്ചു. ഈ ആദ്യ ഫലമെന്ന് പറയുന്നത് മുഴുവൻ്റെയും ആകത്തുകയാണ്. നമ്മൾ ഈ 150 കിലോയും പള്ളിക്ക് കൊണ്ടുവരുമോ? നമ്മൾ ഇതിനകത്ത് 1 കിലോയെ കൊണ്ടുവരത്തുള്ളൂ. ദൈവം തന്നത് അതിൻ്റെ ആദ്യ ഫലം മനുഷ്യൻ എന്ത് ചെയ്യും? ദൈവത്തിന് കൊടുക്കും. എൻ്റെ അർത്ഥം എന്താ? ദൈവമേ, നീ തന്നത് മുഴുവനും ഞാൻ ഇത് നിനക്ക് തരുന്നു.
പിന്നെ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് 1 കിലോ പിടിച്ചു. ഇതാണ് ആദ്യ ഫലം. ഇതുപോലെ ദൈവവും തൻ്റെ ആത്മാവിൻ്റെ ആദ്യ ഫലം നമുക്ക് തന്നു. ആദ്യ ഫലം തന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? മുഴുവനും ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. നിത്യജീവൻ, സ്വർഗീയ ജീവൻ മുഴുവനും നിനക്ക് അവകാശമായി തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇത് ആദ്യ ഫലം പിടിച്ചു. ഇതാണ് പൗലോസ്ലീഹ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം, ലേവ്യരുടെ പുസ്തകം 23-ാം അധ്യായത്തിലും ആദ്യ വിളവുകളെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവമായ കർത്താവിന് മനുഷ്യൻ ആദ്യ വിളവ്, വയലിലെ ആദ്യ ഫലം ദൈവത്തിന് മനുഷ്യൻ കൊടുക്കുന്നു എന്ന് വെച്ചാൽ മുഴുവനും ദൈവത്തിന് കൊടുക്കുന്നതിൻ്റെ അടയാളമാണ്. ഇതുപോലെ ദൈവം പറയാണ്, എൻ്റെ ആത്മാവാകുന്ന ആത്മാവിൻ്റെ ആദ്യ ഫലം ഞാൻ മനുഷ്യന് കൊടുക്കുകയാണ്. എന്താണെന്നറിയാൻ എൻ്റെ അർത്ഥം? ദൈവം തൻ്റെ ആത്മാവിനെ, ജീവനെ മുഴുവനും മനുഷ്യന് തരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ആത്മാവിൽ ഉണരാനുള്ള സാധ്യത നമുക്കുണ്ട്. ആദ്യഫലം കിട്ടിയവരാണ് മാമോദീസായിലൂടെ. പക്ഷേ ഇത് മുഴുവനും നമ്മൾ ഉണർത്താൻ, ഇത് ചോദിച്ച് നിറയാൻ, ആത്മാവിൽ നിറയാൻ, ഈ കിട്ടിയ ആത്മശക്തി അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളോട് പ്രാർത്ഥനയ്ക്കും ബലിയർപ്പണത്തിനും ആരാധനയ്ക്കും ഒക്കെ കൊണ്ടുവരുന്നത്. ആത്മശക്തിയിൽ നമ്മൾ നിറയണം. ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തൻ്റെ ആത്മാവിനെ നമുക്ക് തരാതിരിക്കാൻ വയ്യ. ദൈവത്തിന് തൻ്റെ ജീവനെ നമുക്ക് തരാതിരിക്കാൻ വയ്യ. നമ്മൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ദൈവത്തിന് ആഗ്രഹമാണ് നമ്മൾ ആത്മാവിൽ നിറയണമെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പക്ഷേ ഒരു വിഷയമുണ്ട്. അതുകൂടെ കണ്ടുകൊണ്ട് നമ്മൾ ഈ ആരാധനയിലേക്ക് പൂർത്തിയാക്കും. നിങ്ങൾക്കറിയാമോ, ബൈബിളിൽ പരിശുദ്ധാത്മാവിനെ ലഭിച്ചവർ, പെന്തക്കോസ്താ ദിനം പരിശുദ്ധാത്മാവിനെ കിട്ടിയവരും അതിന് തൊട്ടു മുൻപ് ഈശോയുടെ ഉത്ഥാന അനുഭവം, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടവരും തമ്മിലുള്ള എണ്ണം നമ്മളൊന്ന് മനസ്സിലാക്കുന്നതല്ല. അതായത് ഈശോ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 1 കൊറിന്തോസ് 15-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതായത് പൗലോസ്ലീഹ പറയുകയാണ്, ഈശോ ഉയർത്തെഴുന്നേറ്റ ഈശോയെ കണ്ടവരുടെ എണ്ണമാണേ. ശ്രദ്ധിച്ച് കേൾക്കണം. ഈശോ ഉയർത്തെഴുന്നേറ്റു, അതിനുശേഷം ഈശോയെ കണ്ടവരുടെ എണ്ണം. അവൻ കേപ്പായ്ക്കും, ആരാത് കേപ്പ? പത്രോസിനും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. ഉയർത്തെഴുന്നേറ്റ ഈശോ, പൗലോസ്ലീഹ പറയുകയാണ്, അവൻ കേപ്പായ്ക്കും 12 പേർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരർക്ക് പ്രത്യക്ഷനായി. ഒരുമിച്ച് ഈശോ 500-ലധികം. പള്ളി നിറയെ ഒരാൾ ഉണ്ടെങ്കിൽ പള്ളി നിറയെ ഒരു 500-ൽ പരം ആൾക്കാർ വരും. ഈ 500-ലധികം ആൾക്കാർ ഒന്ന് ആലോചിച്ച് നോക്കി, ഈശോ പ്രത്യക്ഷനായി. എന്നിട്ട് പൗലോസ്ലീഹ പറയാണ്, അവരിൽ ഏതാനും പേർ മരിച്ചുപോയി, മിക്കവരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പോസ്തലന്മാർക്കും കാണപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അകാലജാതൻ എന്നതുപോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. അപ്പോൾ ഈശോ, ശ്രദ്ധിക്കണം, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പ്രത്യക്ഷപ്പെട്ട ആളുകളുടെ കണക്ക് പൗലോസ്ലീഹ പറയുകയാണ് 500-ലധികം. നമുക്ക് 500 എന്ന് കൂട്ടിക്കോ. 500 പേര് കണ്ടു. ആരെ? ഉദ്ധിതനെ കണ്ടു, കയ്യിലെ അവൻ്റെ മുറിവ് കണ്ടു, വിലാവിലെ മുറിവ് കണ്ടു, അവൻ്റെ തേജസ്സുള്ള ശരീരം കണ്ടു, അവൻ സംസാരിക്കുന്നത് കണ്ടു. അവരടുത്ത് നിന്ന് അവനോട് ചോദിച്ചു, കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടല്ലോ, ഞങ്ങൾ വിശ്വസിക്കുന്നു, മരണാനന്തര ജീവിതത്തിൽ ഇവരെല്ലാം സംസാരിച്ച് കാണും. ഈ 500 പേരും ഈശോട് സംസാരിച്ചിട്ടുണ്ടാകുന്ന ഞാൻ കരുതേ. കാരണം ഇത് പ്രത്യേക ഒരു അനുഭവമാണ്. ഉദ്ധിതനിങ്ങനെ നിൽക്കുക, മരിച്ച് അടക്കം ചെയ്യപ്പെട്ട, ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കം ചെയ്യപ്പെട്ട ഈശോയെ തൻ്റെ പ്രിയപ്പെട്ട 500-ലധികം ആൾക്കാർക്ക്, സമൂഹത്തിന് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുക. അതിനുശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈശോ സ്വർഗാരോഹണം ചെയ്തു.
ഉത്ഥാനത്തിന് ശേഷം പിന്നെന്താ നടന്നേ? സ്വർഗാരോഹണം. സ്വർഗാരോഹണം ചെയ്ത് 10 ദിവസങ്ങൾക്ക് ശേഷം പെന്തക്കൊസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് ഒരു ശബ്ദം, അത് ആ വീട് മുഴുവൻ നിറഞ്ഞു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത് എത്ര പേരാണ് എന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായത്തിൻ്റെ 15-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. എത്ര പേർക്കാണ് ഈശോ ഉത്ഥാനത്തിൽ പ്രത്യക്ഷപ്പെട്ടെ? 500. പക്ഷേ പരിശുദ്ധാത്മാവ് വന്നത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, 10 ദിവസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് വന്നത് എത്ര പേരുടെ മേലാണെന്നറിയാവോ? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 15-ാം തിരുവചനം, അന്നൊരു ദിവസം 120ഓളം സഹോദരർ സമ്മേളിച്ചിരിക്കെ പത്രോസ് അവരുടെ മധ്യേ എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിച്ചു. പരിശുദ്ധാത്മാവിനെ വന്നതിന് ശേഷം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരുടെ എണ്ണമാണ് പറയുന്നത്. എത്ര പേര്? 120. അവർ ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്ന സംഭവമാണ് 2-ാം അധ്യായത്തിൻ്റെ. പെന്തക്കൊസ്താ ദിനം സമാഗതമായപ്പോൾ അവരൊരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലൊരു ശബ്ദം. പ്രിയപ്പെട്ടവരെ, 120 പേർക്കാണ് പരിശുദ്ധാത്മാവിനെ കിട്ടി. ഞാൻ ചോദിക്കുന്നത്, ഈ 380 പേര്, 500 പേരല്ലേ കണ്ടത്? ഒരാഴ്ചയ്ക്ക് മുമ്പ് കർത്താവിനെ ഉത്ഥാനം കണ്ടത് എത്ര പേരാ? 500 പേര്. ഈ 320 പേര് ഒരാഴ്ചക്കുള്ളിൽ എന്നാ സംഭവിച്ചു? 380 പേര്. ബാക്കി 120 പേരൊക്കെ പരിശുദ്ധാത്മാവിനെ കിട്ടിയുള്ളൂ. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അഭിഷേകമുള്ള കാഴ്ചകൾ കണ്ടു എന്നതുകൊണ്ട്, ശുശ്രൂഷകളിൽ സംബന്ധിച്ചു എന്നതുകൊണ്ട് ആത്മാവിൻ്റെ ശക്തിയിൽ നിറയണമെന്നില്ല. അതുകൊണ്ടാണ് ഈശോ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിൽ പറയും, മരിച്ചിട്ട് ചെന്നിട്ട് അന്ന് നിങ്ങളിൽ പലരും എന്നോട് പറയും, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തു, നിന്റെ നാമത്തിൽ അടയാളങ്ങൾ ചെയ്തു, രോഗശാന്തി ചെയ്തു, നിന്റെ നാമത്തിൽ പ്രസംഗിച്ചു, ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിച്ചിട്ടുണ്ട്. കർത്താവ് പറയും, സത്യമായി ഞാൻ നിങ്ങളെ അറിയുകയില്ല. പ്രിയപ്പെട്ടവർ, ദൈവമക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആൾക്കൂട്ടത്തിനകത്തൊന്നും യാതൊരു കാര്യവുമില്ല. ആൾ കൂടുന്ന പല സ്ഥലങ്ങളുണ്ട്, അതിനകത്തൊന്നും ഒരു കാര്യമില്ല. ആൾക്കൂട്ടം കണ്ടിട്ട് ദൈവാത്മാവിടെ ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. കെണിയാണ്, കെണി. 500 പേരെ കണ്ടിട്ട് 10 ദിവസം കഴിഞ്ഞപ്പോൾ 120 പേർക്ക് മാത്രമേ ആത്മാവ് നിറവുണ്ടാവുന്നുള്ളൂ. 10 ദിവസത്തിനുള്ളിൽ ഈ അനുഭവം എവിടെ പോയി? ബഹളങ്ങൾ കണ്ട്, വൈകാരികമായിട്ടുള്ള ചില പ്രകടനങ്ങൾ കണ്ടിട്ട് ആത്മശക്തിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതിനാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ മാമോദീസായിലൂടെ നൽകപ്പെട്ട മുദ്രയാണ്, അടയാളമാണ്. ഇത് ചാരം മൂടി കിടപ്പുണ്ടെങ്കിൽ തെളിച്ചെടുക്കണം. എല്ലാവരിലും ഇതുണ്ട്. ഇത് തെളിച്ചെടുക്കാനുള്ള നമ്മുടെ സമർപ്പണവും ത്യാഗവുമാണ് വിലപ്പെട്ടത്. അതുകൊണ്ട് പൂർവികരായ നമ്മുടെ പിതാക്കന്മാർക്ക്, അപ്പന്മാർക്ക്, അമ്മമാർക്ക് കൈകൊട്ടി പാടാനും അങ്ങോട്ട് ചാടാനും ഇങ്ങോട്ട് ചാടാനൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ അവരുടെ ഉള്ളിൽ കിട്ടിയ ഒരു മുദ്രയുണ്ടല്ലോ, അടയാളം, സത്യസന്ധതയുടെ, നീതിയുടെ, ദൈവസ്നേഹത്തിൻ്റെ, പരസ്നേഹത്തിൻ്റെ, പങ്കുവയ്ക്കലിൻ്റെ അനോയിന്റിങ്. ഇതാണ് പരിശുദ്ധാത്മാവ്. ഇതായിരുന്നു ജ്ഞാനം, ഇതായിരുന്നു വേണ്ടത്. ഇന്ന് പൈസ ഇഷ്ടം പോലെ ഉണ്ട്. പൈസ കൂടിയതിൻ്റെ പേരിൽ ബന്ധങ്ങൾ കുറഞ്ഞോ അതോ കൂടിയോ? നമ്മുടെ വീട്ടിൽ സഹോദരങ്ങളുടെ മക്കൾക്ക് 4 പുത്തനുണ്ടായതിൻ്റെ പേരിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്നേഹം കൂടിയോ പടലപ്പിണക്കങ്ങൾ കൂടിയോ? ബന്ധം മുറിഞ്ഞതേ ഉള്ളൂ. പണ്ട് ഒരു നാരങ്ങാ മുട്ടായി കിട്ടിയ 8 മക്കള് നോക്കിയിരിക്കും, നാരങ്ങാ മുട്ടായി എല്ലാവർക്കും വേണം. മൂത്തവൻ എന്തെടുക്കും? ഇതെടുത്ത്
കതകിൻ്റെ വിജാവിരിയുടെ ഇടയിലോട്ട് കയറ്റി വെച്ചിട്ട് ഒരടയടയ്ക്ക് കിട്ടുകിട്ടുകിട്ടു 16 അങ്ങ് മുറിയും. ഇതെടുത്ത് ഓരോന്നിനും കൊടുക്കും. എന്നാ ടേസ്റ്റ് ആയിരുന്നു. ഈ 8 പേര് 2 കഷ്ണം കഴിച്ചിട്ട് പോകും. ഇന്ന് ഇഷ്ടം പോലെ മുട്ടായികൾ ഫ്രിഡ്ജിലടുക്കി വെച്ചിരിക്കുക. കൊടുക്കൂ. സ്നേഹമുള്ളവരെ, പണം കൂടിയതുകൊണ്ട് ബന്ധങ്ങൾ മുറിഞ്ഞതേ ഉള്ളൂ. പരിശുദ്ധാത്മാവിനെ കിട്ടിയ പഴയ ആൾക്കാരുണ്ടല്ലോ, ഈ കിട്ടിയ മുദ്ര, ഈ കിട്ടിയ അടയാളം, ഇതിനെ തെളിച്ചെടുത്തു, ഇതിനെ രാഗിയെടുത്തു, മിനുക്കിയെടുത്തു, തെളിഞ്ഞു നിന്നു. സത്യസന്ധതയുടെ, നീതിയുടെ, വിശുദ്ധിയുടെ പങ്കുവെക്കലിൻ്റെ ആത്മാവ്. അതുകൊണ്ട് ഈ അച്ചാരമായി കിട്ടിയ, ആദ്യഫലമായി കിട്ടിയ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉള്ളിൽ ജ്വലിപ്പിച്ചെടുക്കണം. അല്ലാതെ ഒരു ധ്യാനത്തിന് കൂടി അരമണിക്കൂറിന് കിട്ടുന്ന ആത്മാവിന് വേണ്ടിയിട്ടല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മൾ പരിശുദ്ധാത്മാവിൽ അഭിഷേകമുള്ള ധാരാളം ആൾക്കാരെ കാണുന്നുണ്ട്. പല ആളുകളും ഇന്ന് സ്റ്റേജിലൊന്നുമില്ല, പല ആളുകളും ശുശ്രൂഷയിലുമില്ല. നമ്മുടെ വൈകാരികതകളല്ല ആത്മാവ്. ഹൃദയത്തിൻ്റെ നേരും നിറയുമാണ്. മനസ്സാക്ഷിക്ക് തുറവിയുള്ളൊരു ജീവിതം പരിശോധിക്കണം. ദൈവത്തിൻ്റെ കരം പിടിച്ചിട്ട്, എൻ്റെ ഈശോ, എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ വസിക്കാൻ ഞാൻ യോഗ്യനാണോ? എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിലുണ്ടോ? അവൻ്റെ സ്വരം ഞാൻ കേൾക്കുന്നുണ്ടോ? അതോ അവൻ കുറുകിയും തേങ്ങിയും പ്രാവിനെ പോലെ ഇരിക്കുകയാണ്? പ്രാവിൻ്റെ കൂട്ടിൽ നിങ്ങൾ കൈയിട്ടെടുക്കാൻ, മുട്ടയൊക്കെ എടുക്കാൻ വേണ്ടി കൈ ഇട്ടാൽ ഈ പ്രാവ് അല്പം മാറി നിൽക്കും. എന്നിട്ട് നിങ്ങളതെടുത്തുകൊണ്ട് പോകുമ്പോൾ, അതിൻ്റെ കുഞ്ഞിനെ എടുക്കുമ്പോൾ അല്പം അത് കുറുകും. പിന്നെ സഹിക്കിടുമ്പോൾ നിങ്ങളെ ഉപദ്രവിക്കില്ല, അങ്ങ് ദൂരേക്ക് പറന്ന് 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 അത് പോകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ടാണ് ദാവീദ് വേദനയോടെ പാപം ചെയ്തതിനു ശേഷം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയല്ലേ, പരിശുദ്ധാത്മാവിനെ എടുത്തു കളയല്ലേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവിനെ കരയിക്കാതെ, വേദനിപ്പിക്കാതെ, നേരും നിറയും സത്യസന്ധതയുമുള്ളൊരു ജീവിതം ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ നമുക്ക് ഈ സന്ധ്യയിൽ ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ അച്ചാരമായി ദൈവം തന്നു. ദൈവത്തിന് ആഗ്രഹമുണ്ട് നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കണമെന്ന്. നാം ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ദൈവത്തിന് ആഗ്രഹമുണ്ട് നമ്മുടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു ജീവിതം നയിക്കണമെന്ന്. ഈ വർഷം ആത്മനിറവിൻ്റെ വർഷമാക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് എന്ന ആരാധന പൂർത്തിയാക്കാം.